സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. കടുവും കറിവേപ്പിലയും ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചെറുതായിട്ടൊന്ന് ഒരു റെഡ് കളറാവണം. ഇത് നെടുകെ ഇങ്ങനെ കീറിയ ഒരു സവാള, ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം, പിന്നെ സ്പ്രിംഗ് ഒണിയൻ. നമ്മളെ ഉള്ളിയല്ല, അതിനാണ് കുറച്ച് ഇതായിട്ട് പറയുന്നത്, സ്പ്രിംഗ് ഒണിയൻ. ഓക്കെ, അത് ഒരു ശകലം നല്ല എണ്ണയിലിട്ട് ഇങ്ങനെ റെഡിയായി വരണം ചെറുതായിട്ട്. ഇത് ചതച്ച് വെച്ച തക്കാളി അല്ല, ഇത് ഇടിച്ച് ഒന്ന് ചതച്ച് റെഡിയാക്കി കൊടുക്കണം. 4ആയിട്ട് പിളർന്നിട്ട് ഒന്ന് ഇടിച്ച് എടുക്കുകയാണ്. ഇതെല്ലാവരും ലാസ്റ്റിൽ ചേർക്കുന്ന സാധനമാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ എപ്പോഴാണ് ചേർത്തത്, ഇത് മല്ലിയില. ഇത് ഞാൻ ഇടിച്ച് ചതച്ചത് നീരും ഇതൊക്കെ ആയിട്ട് എടുത്ത് റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാവരും ചിലപ്പോൾ ലാസ്റ്റിലൊക്കെ ചേർക്കുന്നതാണ്. ഞാനതിൽ ഇടിച്ച് ചതച്ച് ഇതിൻ്റെ നീരും ഇതെല്ലാം കൂടെ എടുത്ത്, നീരെന്ന് പറഞ്ഞാൽ ചാറ് എടുത്ത് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ കൂടെ തന്നെ ചേർത്ത് തന്നെ ആക്കിയെടുക്കുന്നത്. നമ്മൾ ചിക്കൻ എല്ലൊക്കെ ഒഴിവാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിക്കൻ ആഡ് ചെയ്ത് ഇത് ഞങ്ങൾ ആ ചിക്കൻ വേവിച്ച ഒരു ശകലം വെള്ളം അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചിക്കൻ ഇട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുക. ഓക്കെ, ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല അതായത് എണ്ണയിൽ ഇതായി റെഡി ആയതിനു ശേഷമാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കാശ്മീരി മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെ ഇത്തിരി ഗരം മസാല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് കഴുകി പൊടിച്ച് റെഡിയാക്കി എടുത്ത മസാലക്കൂട്ടുകളാണ് എല്ലാം. അപ്പോൾ അതെല്ലാം ചേർത്ത് ഇനി ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇപ്പോൾ ലാസ്റ്റിൽ ഇടണം നമുക്ക്. അതുപോലെ ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് വേണമെന്ന അല്ല പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് അടയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ നീര് ഞാൻ ചതച്ച് മാറ്റി വെച്ചിരുന്നതാണ്. ഇത് മല്ലിച്ചപ്പിൻ്റെ നീര് ഞാൻ ചതച്ച് മാറ്റി വെച്ചിരുന്നത്. എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതാ നല്ല കിടില മണവും മറ്റേ ഇപ്പോൾ കറിവേപ്പിലയുടെ എസൻസ്, അതായത് അതിൻ്റെ ചാറ് ഞാൻ എടുത്ത് അതുകൂടി ഒഴിച്ചപ്പോൾ അതിൻ്റെ ഭയങ്കരമായ ടേസ്റ്റ്. ആ ചിക്കനൊക്കെ നല്ല പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 മിനിറ്റത്തെ പണി കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എൻ്റെ ചിക്കൻ കറി റെഡി. ഓക്കെ, ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചിക്കൻ കറി.